പെരേര ഒറിജിനൽ അല്ല. എൻ്റെ നിന്ന് 7,000 rupees വാങ്ങിച്ച് 2 ആണ് കള്ളുടിക്ക് പോയി. പെരേര കാമപ്രാന്തരാണ്. പെരേര ഒറിജിനൽ അല്ല, കള്ളുടിയുടെ ആശാനാണ്. ഓക്കെ, അപ്പൊ ആറാട്ടൻ തന്നെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് സുഹൃത്തുക്കളെ വന്നേക്കുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവരും കേട്ടല്ല. അപ്പൊ ആ ഒരു സംഭവം എന്തൊക്കെയാണ്, അതായത് ഇവർക്കൊക്കെ ഉള്ള ഒരു വിചാരം എന്താണ്, അതായത് അപ്പുറത്ത് നിൽക്കുന്ന ഇവർ തമ്മിലൊക്കെ ഒരു വലിയൊരു കോമ്പറ്റീഷൻ നടക്കുന്നുണ്ടല്ലോ. ഈ ആറാട്ടനും അലിൻ ജോസ് പെരേരയൊക്കെ തമ്മിൽ ഒരു ഭയങ്കര രീതിക്കുള്ള കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഒരാൾ ഒറിജിനൽ അല്ല എന്ന് പറയുമ്പോഴത്തേക്ക് അയാളുടെ ലേഡീസ് ഫാൻസ് ഒക്കെ പോവായിരിക്കും. അപ്പൊ ആ ഫാൻസ് ഒക്കെ എനിക്ക് വരുമായിരിക്കും എന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഇവരെയൊക്കെ ചിന്ത. അതുകൊണ്ടൊക്കെ ഇതുങ്ങളൊക്കെ വന്നിട്ട് ഇങ്ങനെയൊക്കെ കിടന്ന് പറഞ്ഞിട്ടിരിക്കണം, അതായത് അയാൾ ഒറിജിനൽ, ഇയാൾ വെജിറ്റേറിയൻ ചിലപ്പോൾ അങ്ങനെയൊക്കെയായിരിക്കും വിചാരിച്ചു വെച്ചേക്കണം. ഈ വെർജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെജിറ്റേറിയൻ ആണെന്നൊക്കെ ആയിരിക്കും വിചാരിച്ചു വെച്ചേക്കണം. ഇപ്പൊ ചിലപ്പോൾ അതിന്റെ അടിയിൽ മറ്റേ കമന്റ് ഒക്കെ വരും, അലിൻ ജോസ് പെരേരയുടെ അല്ല ഫേക്ക് ന്യൂസ്, ഞാൻ വെജിറ്റേറിയൻ ആണ് എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ കമന്റ് ഒക്കെ വരും. അപ്പൊ അങ്ങനത്തെ രീതിക്കുള്ള ഇവരൊക്കെ അങ്ങനെയാണ് കാര്യം. ഒരാൾ ടോപ്പ് ആവണം, മറ്റേ ആളെക്കാളും ബെസ്റ്റ് ഞാനാണ് ബെസ്റ്റ് മറ്റേ റിവ്യൂവർ. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും എന്നെ ഫോളോ ചെയ്യണം, അലിൻ ജോസ് പെരേര വെറും മോശപ്പെട്ട ഒരാളാണ് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കാം ഈ ഇവരുടെയൊക്കെ ചിന്താഗതി അങ്ങനെ ആയിരിക്കും. ഇനി വേറൊരു സാധനം പറയുന്നുണ്ട്, അതാണ് ശരിക്കും ഞെട്ടിക്കുന്നത്. സ്വന്തം അമ്മയ്ക്ക് അവീതമുണ്ടെന്ന് പറഞ്ഞ ആളാണ് നമ്മുടെ പെരേര. പിന്നെ അവന്റെ അപ്പൻ അവന്റെ അമ്മയെ ഡിവോഴ്സ് ചെയ്യാമെന്ന് പറഞ്ഞു. എന്നോട് പറയാണ് വൈറലാൻ വേണ്ടി അവന്റെ അമ്മയോട് ക്രഷാണെന്ന് ഞാൻ പറയണോ? ഇത്ര അടുപ്പിടിച്ച മകൻ ഈ ലോകത്തുണ്ടോ? അലിൻ ജോസ് പെരേര ബുദ്ധിയില്ലാത്ത കള്ളനാണ്, കൂടെ നടക്കുന്നവൻ ബുദ്ധിയുള്ള കള്ളനാണ്. എന്തോന്നൊക്കെയാടേ അതിപ്പോ ആര് പറഞ്ഞതാണെങ്കിലും, ഇപ്പൊ ഈ അലിൻ ജോസ് പെരേര പറഞ്ഞതാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പൊ ആറാട്ടെണ്ണം പറഞ്ഞതാണെങ്കിലും നാക്കിന് എല്ലില്ല എന്ന് പറഞ്ഞ് എന്തും വിളിച്ചു പറയാം. അതായത് ഇവരെയൊക്കെ പോലുള്ളവന്മാരാണ് ശരിക്കും ഈ ഭൂമിക്ക് തന്നെ ഭാരം എന്നൊക്കെ നമ്മൾ പറയൂലേ, അതൊക്കെ ഇങ്ങനത്തെ ടീംസ് ഒക്കെ കേട്ടോ. അതിപ്പോ ഈ അലിൻ ജോസ് ആണെങ്കിലും ഈ നമ്മുടെ ഇങ്ങേരാണെങ്കിലും ഈ ആറാട്ടണനാണെങ്കിലും കണക്ക് തന്നെയാണ്. ഈ പെരേരനെ വെച്ച് നോക്കുമ്പോൾ ആറാട്ടണൻ കുറച്ചും കൂടെ ഭേദം എന്ന് എനിക്ക് ഇടയ്ക്ക് തോന്നും. പക്ഷേ ഇങ്ങേര് ഇമാതിരി സാധനമൊക്കെ ഇട്ട് ഇങ്ങേരെ വില ഇങ്ങേര് കളഞ്ഞു തരും. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ നമുക്ക് ഇതൊക്കെ കണക്കാണ്. പിന്നെ ആറാട്ടനും അതേപോലെ അലിൻ ജോസ് AJPക്കും നല്ല രീതിക്ക് ഫാൻസ് ഉള്ളതുകൊണ്ട് പിന്നെ ഇവരൊക്കെ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നു. ഇനി ഈ ഒരു വിഷയമായിട്ട് റിലേറ്റ് ചെയ്തിട്ട്, ഈ ഒരു വിഷയമല്ല, ഈ ആറാട്ടനെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോന്നും പറയില്ല. അപ്പൊ ആ കൂട്ടത്തിൽ പുള്ളി പറഞ്ഞൊരു കാര്യമുണ്ട് നമ്മളെ മാർക്കോനെ പറ്റി. അപ്പൊ നമുക്ക് അതൊന്ന് കണ്ടുനോക്കാം. മാർക്കോൻ സിനിമ സമൂഹത്തിന് ഒരു ഗുണവും ചെയ്യുന്നില്ല. എന്റർടൈനർ ആണ്, പക്ഷെ വയലൻസ് എൻജോയ് ചെയ്യുന്ന അത്ര നല്ലതെന്ന് പറയാൻ പറ്റില്ല. ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യാം. പ്രൊഡ്യൂസർക്ക് കാശ് കിട്ടി, സമൂഹത്തിന് ഗുണവും ചെയ്യുന്നില്ല, സമൂഹം നെഗറ്റീവേ ചെയ്യുന്നുള്ളൂ. അല്ല ഈ ആറാട്ടണ നിങ്ങളെ കൊണ്ട് ഈ സമൂഹത്തിന് എന്താണ് ഗുണം? എനിക്ക് അറിയാൻ വയ്യാത്തതുകൊണ്ട് ചോദിക്കണേ. നിങ്ങളെപ്പോലുള്ള ഒരാളെ കൊണ്ട് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഈ രാത്രിയാകുമ്പോഴത്തേക്ക് ഈ പെണ്ണുങ്ങളെ മറ്റേ രീതിക്ക് കാണാനും അതേപോലെ തന്നെ കാലത്തെ വന്നിട്ട് ഭയങ്കര മഞ്ഞുമായിട്ടൊക്കെ സംസാരിക്കല്. ഇപ്പൊ നിങ്ങളെ കൊണ്ട് എന്താണ് ഈ സമൂഹത്തിന് ഗുണം എന്ന് ആദ്യം നിങ്ങളൊന്ന് പറഞ്ഞു തന്നെ, എന്നിട്ട് നിങ്ങൾ പറയും ആർക്കോ പടം സമൂഹത്തിന് എന്ത് ഗുണം ചെയ്യുന്നത്. പിന്നെ ഒരു പടം പിടിക്കുന്നതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തോ ഭയങ്കര രീതിക്ക് പഠിച്ചിട്ടുണ്ടെന്നൊക്കെയുള്ള പറയുന്നത്. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇത്തിരിക്ക് ബോധമുണ്ടെങ്കിൽ മനസ്സിലാക്കി, പടം പിടിക്കുന്നതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ സമൂഹത്തിന് എന്തെങ്കിലും ഗുണം നൽകുക അല്ലെങ്കിൽ സമൂഹത്തിന് എന്തെങ്കിലും മെസ്സേജ് കൊടുക്കുക. ഇതൊക്കെ മാത്രമല്ല ഒരു പടത്തിന്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്റർടൈൻമെന്റ് എന്ന് പറഞ്ഞ ഫാക്ടറും കൂടെ ഈ പടങ്ങൾക്ക് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു സൈഡിനകത്ത് നല്ല മികച്ച നിൽക്കുന്ന ഒരു പടം തന്നെയായിട്ടാണ് എനിക്ക് മാർക്കോ തോന്നിയിട്ടുള്ളത്. അതിപ്പോ വയലൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് ഇപ്പൊ അങ്ങനെ വയലൻസ് കാണിച്ചെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് പറ്റുമെന്നാണ് നിങ്ങൾ പറയുന്നത്? നാളെ ഒരു കത്തി എടുത്തിട്ട് എല്ലാവരും കൂടെ ഇങ്ങനെ ഇതാക്കുമെന്നാണ് നിങ്ങൾ പറയുന്നത്. റിയൽ ലൈഫിനകത്തേക്കും അങ്ങനെ തന്നെ വയലൻസ് കാണിക്കും എന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. എനിക്ക് മനസ്സിലാവുള്ള ഇവരൊക്കെ ചിന്താഗതി എങ്ങോട്ടൊക്കെയാണ് പോകുന്നത്. ഇപ്പൊ ചിലര് പറയും ഇപ്പൊ ഈ നമ്മുടെ സിനിമേനകത്തും അതും ഇതൊക്കെ കാണിക്കുമ്പോഴത്തേക്ക് അത് യങ് ജനറേഷനെ ബാധിക്കും. ശരിയാണ്, ഒരു പരിധി വരെ ഇതൊക്കെ അല്ലെങ്കിൽ അത്രയും ബോധമില്ലാത്തവർ മാത്രമാണ് ഈ സാധനമൊക്കെ ഇതാക്കുകയുള്ളൂ. ബോധമില്ലാത്തവരായിരിക്കും ഇതൊക്കെ കണ്ടിട്ട് ഇതൊക്കെ വയലൻസ്, അപ്പൊ ഞാൻ അങ്ങനെ ചെയ്താലോ ആയിരിക്കും മാസ് എന്നൊക്കെ. ഈ ആറാട്ടനെ പോലെയുള്ളവർക്കൊക്കെ നിങ്ങൾക്കൊക്കെ ചിലപ്പോൾ അങ്ങനെ തോന്നിയേക്കാം, ഈ ആറാട്ടനെ പോലുള്ളവർക്കൊക്കെ അങ്ങനെ തോന്നിയേക്കാം. അപ്പൊ അതുകൊണ്ട് എന്നും പറഞ്ഞിട്ട് എല്ലാവരും അങ്ങനെയാണെന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത്. ബാക്കിയുള്ളവർക്കൊക്കെ തലയ്ക്കകത്ത് ആൾതാമസമൊക്കെ ഉണ്ട്. അപ്പൊ അല്ലാണ്ട് നിങ്ങളെപ്പോലെ ഇങ്ങനെ വന്നിട്ട് ഈ കണ്ണി കണ്ട പെമ്പിളേരെ ഏത് കണ്ടാലും കൈ കൊടുത്തു കഴിഞ്ഞാൽ അപ്പൊ ക്രഷാണ്, ആരെയും കൈ തന്നില്ലെങ്കിൽ അപ്പൊ അഹങ്കാരമാണ്, അതേപോലെ തന്നെ അങ്ങനെയൊക്കെ പറഞ്ഞു നടക്കാനായിട്ടുള്ള ആ ഒരു സാധനം എല്ലാവർക്കും ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കുക, എന്നിട്ട് നിങ്ങൾ സംസാരിക്കുക കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ഈ ആറാട്ടനും അതേപോലെ അലിൻ ജോസ് പെരേരയും കൂടി ഇരുന്നിട്ട് ഏകദേശം 2 നടിമാരെ തോന്നുന്നു ഇരുന്ന് അങ്ങ് വിളിക്കണേണ്. അപ്പൊ ഇത് സ്ഥിരം പരിപാടിയായിരിക്കും, നമുക്കൊന്നും കണ്ടുനോക്കാം. ഹലോ അനുചേച്ചിയല്ലേ? അലിൻ ജോസ് പെരേരയോ? റിവ്യൂവറാ? ചുമ്മാ വിളിച്ചാ ചേച്ചിയുടെ മറ്റേ രാമന്റെ തോട്ടത്തിൽ പെർഫോമൻസ് കണ്ടായിരുന്നു. അപ്പൊ ചേച്ചിയുടെ നമ്പർ കിട്ടിയപ്പോ ജസ്റ്റ് വിളിച്ചാ.
അഞ്ച് ചിറ്റാരിയാ അപ്പൊ ഞാൻ നമ്പർ കൊടുത്തിട്ട് ഞാൻ നമ്പർ തന്നെ എനിക്ക് അന്ന് നമ്പർ തന്നെ കുറെ നമ്പർ ഒന്നുമില്ലേ ഇന്നലെ രാത്രി മെർലിൻ ഫിലിപ്പിനെ വിളിക്കാം. മെർലിൻ ഫിലിപ്പ്. മെറിൻ ഫിലിപ്പ്. ഹലോ ഹലോ മെറിൻ ചേച്ചി അല്ലേ? അതെ, സൂക്ഷ്മദർശിനി കണ്ടിരുന്നോ? സൂപ്പറാണ് കേട്ടോ. ആരാണ് സംസാരിക്കുന്നത്? അലിൻ ജോസാണ്, റിവ്യൂവറാണ്. ഓ, താങ്ക് യു. കൂടെ ആറാട്ടെണ്ണം ആറട്ടെണ്ണം ഉണ്ട്. ആഹാ, ഞാൻ നേരത്തെ പറഞ്ഞാണ് സൂക്ഷ്മദർശിനി നല്ല മൂവിയാണ്. ടീച്ചറെ പെർഫോമൻസ് നല്ല ഗ്രേറ്റ് ആയിട്ടുണ്ട്. ഇനി നല്ല രീതിയിൽ ഇതുപോലത്തെ പടങ്ങൾ ചെയ്യണം കേട്ടോ. നമുക്ക് കോമഡി ആയിട്ടുള്ള കണ്ടന്റുകൾ വേണം ഇനി. തീർച്ചയായിട്ടും. ഓക്കെ മുന്നോട്ട് പോവുക. താങ്ക് യു. താങ്ക് യു. ആദ്യം ചെപ്പക്കുറ്റിക്കിട്ട് ഒന്ന് കൊടുക്കേണ്ടത് ആർക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ മീഡിയ എന്ന് പറഞ്ഞ ടീം ഉണ്ടല്ലേ, ഇവർ ഈ എൻകറേജ് ചെയ്യിപ്പിച്ചിട്ട് വിളിക്ക് അത് ആ നടിമാരെ വിളിക്ക്, മറ്റേ നടിമാരെ വിളിക്ക് എന്നൊക്കെ പറയണവന്മാർക്ക് വേണം ആദ്യം ഇട്ട് കൊടുക്കാൻ. കാര്യം ഇവന്മാരൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇതേപോലുള്ള അവതാരങ്ങൾ എന്ന് ഞാൻ എടുത്ത് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിച്ചോളാം ഞാൻ എന്താ പറഞ്ഞതെന്ന്. അപ്പൊ ആ ഇവന്മാരെ പോലുള്ള അവതാരങ്ങളൊക്കെ ഇങ്ങനെ നടന്ന് വിളിക്കാനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതേപോലെ തന്നെ ഇപ്പൊ ഈ ക്യാമറയുടെ മുമ്പിൽ വന്നിട്ട് ഇങ്ങനെ വിളിച്ചതൊക്കെ പോട്ടെ, ഇവന്മാര് വീട്ടിൽ ചെല്ലുമ്പോൾ ഇവന്മാരെ തനി നിറം കാണിക്കുക. അപ്പൊ ഫോൺ എടുത്തിട്ട് ഇതേപോലെയുള്ള ആൾക്കാരെയൊക്കെ വിളിക്കുന്നതിന് വേറെ രീതിക്കൊക്കെ ഈ ഇവന്മാരെ വിളിക്കണത്. അപ്പൊ ഇങ്ങനെയുള്ളവന്മാർ പിന്നെ ആറോട്ടെണ്ണം എന്നോടൊക്കെ ഇപ്പൊ മറ്റേ പെരേരെ വിളിക്കുന്നുണ്ടപ്പോഴത്തേക്ക് ആറോട്ടെണ്ണം പറയണേ നമ്പർ കൊടുത്തത് ഞാനാണ്, അപ്പൊ ഞാൻ ഇന്നലെ തന്ന നമ്പർ എനിക്ക് തിരിച്ചു തരാൻ. എന്റെ പൊന്നാറാട്ടെണ്ണോ, ഇവരൊക്കെ എന്ത് ചിന്താഗതിയാണ് ഇതൊക്കെ? ഏത് ലോകത്താണ് ഈ സംഭവമൊക്കെ നടക്കുന്നത്? പിന്നെ അതേപോലെ തന്നെ ഈ നടിമാരുടെ നമ്പറും ഇതൊക്കെ ഇവർക്ക് എവിടെ നിന്നാണ് ഈ കിട്ടുന്നത്? ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞിട്ട് ഈ വിളിക്കാനായിട്ട് എൻകറേജ് ചെയ്യാനായിട്ട് ഒരു മീഡിയം, വിളിക്കാനായിട്ട് കുറെ ഇതേപോലുള്ള എണ്ണങ്ങളും, പിന്നെ ഇതേപോലുള്ളവരെയൊക്കെ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്ത് കൊടുക്കുകയാണ് എല്ലാവരും കൂടെ. ഇപ്പൊ ഈ കമന്റ് ബോക്സിനകത്താണെങ്കിൽ നിങ്ങൾ ഇവരെയൊക്കെ തെറി വിളിക്കുമ്പോഴത്തേക്കും അത് കാണുമ്പോഴത്തേക്കും എന്നെ ആൾക്കാർ തെറി വിളിക്കാനായിട്ടൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ കാണുമ്പോഴായിരുന്നു ഇവന്മാരൊക്കെ പിന്നെയും ഇതേപോലുള്ള സാധനങ്ങൾ കാണിച്ചിട്ടിരിക്കണം. പിന്നെ അതേപോലെ തന്നെ ഇവര് കുറെ ഫാൻസ് എന്നൊക്കെ പറഞ്ഞ് കുറെ എണ്ണങ്ങളൊക്കെ ഉണ്ട്. പൊന്നോ, പൂക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇവന്റെ ഫാൻസാന്ന് പറയുന്നത്. പക്ഷെ അത് കാണുമ്പോഴത്തേക്കും ഇവന്മാർ വിചാരിക്കുന്നത് ഇവന്മാർ ശരിക്കുള്ള ഫാൻസ് ആണെന്നൊക്കെയാണ് വിചാരിക്കുന്നത്. അത് മനസ്സിലാക്കാനായിട്ടുള്ള ബോധം പോലും, സർക്കാസം മനസ്സിലാക്കാനായിട്ടുള്ള ബോധം പോലും ഇവന്മാർക്കൊന്നും ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവന്മാരൊക്കെ അങ്ങനെയായിരിക്കും വിചാരിച്ചു വെച്ചേക്കണത്. പിന്നെ ഈ മീഡിയ ആണെങ്കിൽ വൻ സപ്പോർട്ട്, ഇവന്മാരൊക്കെ ഒടുക്കത്തെ സപ്പോർട്ട്. ഈ സപ്പോർട്ടും കൂടെ കാണുമ്പോഴത്തേക്കും പിന്നെ വല്ല പറയണോ? പിന്നെ ഫുള്ള് ഇത് തന്നെ കാണിച്ചിട്ടിരിക്കും. അപ്പൊ എനിക്ക് എത്ര മണി ഇതിനകത്തൊക്കെ പറയാനുള്ളത്. പിന്നെ ഇതേപോലുള്ള നിങ്ങളെയൊക്കെ ഇപ്പൊ എന്റെ ഫീഡ് തുറക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. കാര്യം ഇവന്മാരുടെയൊക്കെ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിരത്തി പിടിച്ച് ഇത് തന്നെയാണ്. ഈ പെരേരയുടെ കുറച്ച് വീഡിയോകൾ ഉണ്ടാവും ഓരോ സ്ഥലത്ത് നിന്ന് ഇറങ്ങി വന്നതും അവൻ്റെ ഒന്നും പറയാണ്ടിരിക്കുന്നത് നല്ലത്. അപ്പൊ നിങ്ങളുടെ ഫീഡിനകത്ത് ഇതേപോലുള്ള സാധനങ്ങളൊന്നും വരുന്നില്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ ഭാഗ്യം ചെയ്തവരാണ്. നിങ്ങൾക്ക് ഇതൊന്നും കാണാണ്ട് നിങ്ങൾക്ക് ജീവിക്കാനായിട്ടുള്ള വലിയൊരു ഭാഗ്യമാണ് നിങ്ങൾക്കുള്ളത്. അപ്പൊ ആ ലൈഫ് നിങ്ങൾ എൻജോയ് ചെയ്യുക. ഇവനെ പോലുള്ളവരെ എനിക്കൊന്നും പറയാനില്ല. അപ്പൊ എന്താണ് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത്? വീഡിയോ കേൾക്കാൻ പറ്റില്ല. അപ്പൊ ഇഷ്ടപ്പെട്ടല്ലേ സബ്സ്ക്രൈബ് ചെയ്യാൻ. പിള്ളേരുടെ അടുത്തൊരു വീഡിയോ കാണുന്നവർക്ക് ബിസി.